അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്കൈ റിമൂവ് ചെയ്ത് കളയണം. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആൽഫ ചാനൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡീറ്റെയിലൊക്കെ ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ ഡീറ്റെയിലൊക്കെ പോവാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ആൽഫ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചാനൽസ് ആണ്. കണ്ടോ, ചാനൽസ്. അപ്പോൾ ചാനൽസിൻ്റെ അകത്ത് റെഡ്, ഗ്രീൻ, ബ്ലൂ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഈ ചാനലിൽ നമുക്ക് ചാനലും ലെയർ പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇത് നോർമലി ഫോട്ടോഷോപ്പ് എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കിടക്കില്ല. കാരണം എന്താണ്, ഇത് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൻ്റെ അകത്ത്, പ്രിഫറൻസസിൻ്റെ അകത്ത് ജനറൽ എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻ്റർഫേസ് എടുത്താലും കുഴപ്പമില്ല. കാരണം ഈ ജനറലിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഇൻ്റർഫേസിൽ മൊത്തം കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇൻ്റർഫേസ്, വർക്ക് സ്പേസ്, ടൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഇൻ്റർഫേസ് എടുത്തിട്ട് ഷോ ഏതാണ്, ചാനൽ ഇൻ കളർ, അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡീഫോൾട്ടായിട്ട് എടുക്കുമ്പോൾ 3 കളർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ കളർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശം കറക്റ്റ് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും എഡിറ്റിൻ്റെ അകത്ത്, പ്രിഫറൻസസിൻ്റെ അകത്ത് ഏതാണ് ജനറൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇൻ്റർഫേസിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം, ഷോ ചാനൽ ഇൻ കളർ ഓഫ് ചെയ്യുക. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊരു മാറ്റവും കാണൂല. ചാനൽ ഇല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം നമുക്ക് അറിയത്തുമില്ല. അപ്പോൾ ചാനൽ എടുക്കാൻ വേണ്ടിയിട്ട് വിൻഡോയ്ക്കകത്ത് ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ചാനൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് നോക്കാം. റെഡ്, മൊത്തം ഒരു വൈറ്റ് ടിൻ്റാണ് വരുന്നത്. എനിക്ക് കുറച്ച് ബ്ലാക്കും വൈറ്റും തമ്മിൽ കലർന്ന ടിൻ്റാണെങ്കിൽ കൂടുതലും നമുക്ക് പെട്ടെന്ന് റബ്ബ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു ബ്ലാക്കും വൈറ്റിഷും കൂടുതൽ കയറി വരണം. ബ്ലൂ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ബ്ലൂവിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് ബ്ലാക്ക് നമുക്ക് എക്സ്ട്രാ നമുക്ക് പക്കായിട്ട് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡയറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യരുത്. ഇത് ഡയറക്റ്റായിട്ട് എഡിറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലെവൽസ് ഇട്ടത് ഇങ്ങനെ കൂട്ടി, നിങ്ങൾ ഒറിജിനലിൽ പോയി നോക്കിയേ, കണ്ടോ മൊത്തം പോവും. അതുകൊണ്ട് ചാനൽസിൽ തൊട്ട് കളിക്കരുത് ഡയറക്റ്റ്. അപ്പോൾ നമ്മളൊരു കോപ്പി എടുക്കുക, അതിന് വേണ്ടിയിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്തു. ഓക്കെ, ആ കോപ്പിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ കോപ്പിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇമേജിൻ്റെ അകത്ത്, അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ലെവൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലെവൽസിന് മാക്സിമം എന്താക്കി കൊടുക്കുക, ബ്ലാക്ക് ആക്കുന്നു. ആ ഒരു പോർഷനിലെ വൈറ്റ് നമുക്ക് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇതാ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കട്ടെ സ്ലൈഡർ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇവിടെ ബ്ലാക്ക് കിട്ടിയല്ലോ, ഇവിടെ വൈറ്റും കിട്ടി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ഐ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ വൈറ്റിൻ്റെ അകത്ത് ഫുൾ ഇൻഫർമേഷനും ബ്ലാക്കിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ഇല്ല. ഓക്കെ, പക്ഷേ അത് ഇവിടെയൊക്കെ ബ്ലാക്കിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഈ ബ്ലൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നേരെ ഇവിടെ വന്ന് ഏതാണ് മാസ്ക് കൊടുക്കുക. സംഭവം കഴിഞ്ഞു. ഇതാണ്ടോ, ഓൾറെഡി എല്ലാം കട്ടായി കിട്ടി ഇപ്പോൾ തന്നെ, കണ്ടോ. അപ്പോൾ ഇനി ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഇത് ഈ ചെടികളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആകാശം മൊത്തം എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ഇട്ട് പെയിൻറ്റ് ചെയ്യരുത്. വൈറ്റ് ഇട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകാശം തിരിച്ചു വരും. കണ്ടോ, വൈറ്റ് ഇട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിമൂവലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 0, വൈറ്റ് എന്ന് പറഞ്ഞാൽ 255. സോ ഇതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ആകാശത്തിൻ്റെ ഏരിയ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയുന്നു. ഇതാ, ഇനി നമ്മളിവിടെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, റിമൂവ് ആയി വരുന്നുണ്ടോ. അപ്പോൾ ഇനി ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അല്ല, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്കിതാ ഇങ്ങനെ പതുക്കെ റിമൂവ് ചെയ്യാം. ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്തു ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇനി നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പതുക്കെ ട്വീക്ക് ചെയ്താൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വന്നു. മറിച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ബ്ലാക്ക് ഇരിപ്പുണ്ട്, കണ്ടോ. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ല, പ്രശ്നമൊന്നുമില്ല, അവിടെ പ്രോബ്ലം ഒന്നുമില്ല. മറിച്ച് അവിടെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുക. ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പാരൻ്റ് ആവും. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരും. വീണ്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് ഞാൻ വൈറ്റ് തന്നെ മൊത്തം ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, അങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് കറക്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എഡ്ജ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിലൊക്കെ നമുക്ക് ഒറ്റ അടിക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇവിടെ ട്രാൻസ്പാരൻ്റ്, അതാ കണ്ടോ, ഇവിടെ ട്രാൻസ്പാരൻ്റ് ആണ്. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ബ്ലാക്ക് ഇരിക്കുന്ന സ്ഥലം എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ഇട്ടൊക്കെ പെയിൻറ്റ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഇതാ ഇനി നോക്കിയേ, പ്രശ്നമില്ലല്ലോ ഈ ഏരിയ എല്ലാം. അപ്പം നമ്മൾ കളർ വെച്ചിട്ട് സെൻസ് ചെയ്യുകയാണ്, ബ്ലാക്കും വൈറ്റും. മനസ്സിലായ സംഭവം. അപ്പോൾ ഇങ്ങനെ ആൽഫ എടുത്തുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് വീണ്ടും റീട്വീക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് റീട്വീക്ക് ചെയ്ത് എടുക്കാൻ പറ്റും.
അപ്പോൾ ബ്ലാക്ക് 0യും വൈറ്റ് ആണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്, 0 ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ മരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൈ നമുക്ക് ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ അകത്ത് ഒരു സ്കൈ എടുത്തിട്ട് ഒരു സ്കൈയുടെ ഫോട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാം. സ്കൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്കൈ എടുക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സേവ് ഇമേജസ്, PNG ആക്കി. ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഞാൻ സ്കൈ എന്ന് പറഞ്ഞു കൊടുത്തേ, സ്കൈ ഇതിൻ്റെ അകത്തോട്ടൊന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക, ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്, ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് സ്കൈ ഡ്രാഗ് ചെയ്ത് താഴെ ഇടുക. സ്കൈ ഭയങ്കര ചെറുതായിപ്പോയി, കുഴപ്പമില്ല. സ്കൈ പിടിച്ച് ഡ്രാഗ് ചെയ്ത് വലുതാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, പരിപാടി കഴിഞ്ഞു. ഇതാ മനസ്സിലായോ, ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ഇതാ സ്കൈ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് എന്തെങ്കിലും പോർഷനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ എഡ്ജിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് വീണ്ടും വരിക, ഇവിടെ ഏത് ഏരിയയിലാണ് പ്രശ്നമുള്ളത് അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. കണ്ടത് ഇങ്ങനെ കണ്ടോ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇത് വേണം, അപ്പോൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ അത്രയും ഭാഗത്ത് വീണ്ടും സ്കൈ കയറണം. ഇതിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്, മാസ്കിൽ ചെയ്താൽ മതി. മാസ്കിലാണെങ്കിൽ മാസ്കിൽ ചെയ്യുക. അതാ കണ്ടോ, അപ്പോൾ അത്രയും ഭാഗത്ത് എറർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടോ, ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയും ഇതാ കണ്ടോ, ആ ഭാഗത്ത് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സ്കൈയുടെ ഏരിയ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക. പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പിക്ചർ അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. Ctrl+T അടിച്ചിട്ട് പിക്ചറിൽ സെലക്ട് ചെയ്യുക, Ctrl+T വലുതാക്കി വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുക. പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വെർഷനിൽ സ്കൈ ക്രിയേറ്റ് ചെയ്തതിനെക്കാട്ടി എളുപ്പ മാർഗ്ഗമുണ്ട്. എഡിറ്റിൻ്റെ അകത്ത് സ്കൈ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട, അതായത് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൈ അവിടെ പ്ലേസ് ചെയ്യാം. ആ കറക്റ്റ് ഏരിയയ്ക്കകത്ത് സ്കൈ അങ്ങ് പ്ലേസ് ആവും. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2022-21 മുതൽ ഈ വെർഷൻ ഉണ്ട് സ്കൈ പ്ലേസ് ചെയ്യാനുള്ള. കണ്ടോ, നമ്മളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് സ്കൈ അവിടെ വന്നിരുന്നോളും. പക്ഷേ ആ സ്കൈ ചെറിയ ട്രാൻസ്പാരൻസി കിട്ടും, കാരണം നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൈ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഏതാണെന്ന് പറഞ്ഞാൽ അത് പ്ലേസ് ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഇമേജ് എഡിറ്റിൻ്റെ അകത്ത് സ്കൈ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സ്കൈ ആണെന്നുണ്ടെങ്കിൽ സ്കൈക്കകത്ത് കുറച്ച് ട്രാൻസ്പാരൻസി വരും, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ആ ട്രാൻസ്പാരൻസി വരുന്നത്. ഓക്കെ കൊടുത്തേ, കൺഫേം ആക്കിയ ശേഷം ഇത് കണ്ടോ, സ്കൈ റീപ്ലേസ്മെൻറ്റിലും അത് വന്നു. ശ്രദ്ധിച്ചോ, അതിൻ്റെ അകത്ത് മാസ്ക് വന്നു. ഇപ്പം പക്കായിട്ട് മനസ്സിലായല്ലോ എന്താണ് സംഭവം. ഇതിന് നമുക്ക് Ctrl+I അടിച്ചാൽ വീണ്ടും നമുക്ക് ഇൻവേർട്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോവും. അതിനെ പിന്നെ ഇൻവേർട്ട് ചെയ്ത് ഇങ്ങനെ ആയിപ്പോവും. വീണ്ടും പഴയ പോലെ തന്നെ അതിനെ വയ്ക്കുക, Ctrl+I അടിച്ചിട്ട്. അത് നമ്മൾ പിന്നെ റിവേഴ്സ് ചെയ്യാൻ പോകരുത്. എഡിറ്റിൻ്റെ അകത്ത് ഞാൻ റീഡു ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ട്വീക്ക് ചെയ്യാൻ പോകരുത്, കാരണം ഇത് വൈറ്റ് ഇത് ബ്ലാക്കും ആയിട്ടാണ് അത് അസൈൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ് 100% വൈറ്റ് ആവണം, ബ്ലാക്ക് 100% ബ്ലാക്കും ആവണം. അല്ലെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഉണ്ടോ, ഈ എഡ്ജ് മാത്രം, ആ പോയിരിക്കുന്ന എഡ്ജസ് മാത്രം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ സംഭവം, ഇത് അവർ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇങ്ങനെ വന്ന് നമ്മളെടുത്തത് ഇതാണ്. കണ്ടോ, നമ്മളെടുത്ത ഇതാണ്. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേ ആ ഒരു കറക്റ്റ് ഒരു സംഭവം കിട്ടുള്ളൂ കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുള്ളൂ. പെയിൻറ്റ് ചെയ്ത് വരുമ്പോഴേ അത് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ, അതേപോലെ നമ്മളെ ഹെയർ ഉണ്ടല്ലോ, ഹെയർ ഇങ്ങനെ മുടി ഇങ്ങനെ പറന്നിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിടിക്കാൻ സ്വല്പം പാടായിരിക്കും. അതെല്ലാം നമുക്ക് ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം.